വരില്ല. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. വരുമാനം എന്ന് പറയുന്നത് കാർഷിക വരുമാനവും ശമ്പളത്തിലൂടെയുള്ള വരുമാനവും ക്രീമി ലെയർ നിർണ്ണയിക്കുന്നതിൽ ബാധകമാക്കാൻ പാടില്ല എന്ന് വളരെ കൃത്യമായി ഗവൺമെന്റ് ഓർഡർ ഉണ്ട്. വിജ്ഞാപനത്തെ കുറിച്ച് കൃത്യമായി പറയുകയുണ്ടായിരുന്നു. നമുക്കത് പറയാനുള്ളത്, കേരളത്തിലെ നമ്മളാരും ശ്രദ്ധിക്കപ്പെടാത്തൊരു സമുദായമുണ്ട്, മലയരുടെ ഇടയിൽ ക്രിസ്ത്യൻ വിഭാഗം. മലയരെ ക്രിസ്ത്യൻ വിഭാഗം എന്ന് പറയുന്നത്, നമുക്കിപ്പോൾ ജേക്കബ് ജോൺ എന്ന് പേര് കേൾക്കുമ്പോൾ നമ്മുടെ ധാരണ അദ്ദേഹം ഒരു സവർണ ക്രിസ്ത്യാനി ആയിരിക്കും, കളർ കൊണ്ടും പേരുകൊണ്ടൊക്കെ. കേരളത്തിലെ ഉന്നത ശ്രേണിയിലിരിക്കുന്ന ഒത്തിരി മലയരെ ക്രിസ്ത്യാനികളുണ്ട്, ശശിധരനൊക്കെ അറിയാം. ഒരിക്കലും ഗവൺമെൻറ് ജോലിയിലില്ല. എനിക്ക് ഗവൺമെൻറ് ജോലി കിട്ടുമായിരുന്നു. ഞാൻ ഇതുവരെ ഗവൺമെൻറ് ജോലിക്ക് ശ്രമിച്ചു. ഐ എം എ ബിസിനസ് മാൻ. ഞാൻ ബിസിനസ്സിലോടാണ് എനിക്ക് താല്പര്യം. ബിസിനസ്സിലാണ് ഞാൻ ജീവിക്കുന്നതും. എൻ്റെ തൊഴിൽ ബിസിനസ് മേഖലയിലാണ് ഞാൻ ജീവിക്കുന്നത്. അതുകൊണ്ട് വളരെ മാന്യമായി നന്നായി ജീവിക്കുന്നുണ്ട്. ഞാൻ 35 വയസ്സിലാണ്, 34ാമത്തെ വയസ്സിലാണ് ബിസിനസ്സിലേക്ക് വന്നത്. 2024 ഓഗസ്റ്റ് 1 സുപ്രീം കോടതി വിധിയാണ് ഇപ്പോൾ നിലവിലുണ്ടായിരിക്കുന്ന ഈ കേസിൽ ഇത്തരമൊരു പൊതു താല്പര്യ ഹർജി സുപ്രീം കോടതി മുമ്പിൽ എത്താൻ കാരണം. അവർ പറയുന്നത് ഇത് പ്രയോറിറ്റി അടിസ്ഥാനത്തിൽ നടപ്പാക്കിയാൽ മതി എന്നാണ് പറയുന്നത്. കാരണം നിലവിൽ പിന്നോക്ക വിഭാഗങ്ങൾക്കിടയിൽ നടപ്പിലാക്കിയിരിക്കുന്ന ക്രീമി ലെയറുമായി ബന്ധപ്പെട്ട വ്യവസ്ഥ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ 8 ലക്ഷം രൂപയാണ് വാർഷിക വരുമാനം. ആ വരുമാനം എങ്ങനെയാണ്? സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ശമ്പളം അടിസ്ഥാനത്തിലല്ല കണക്കാക്കുന്നത്. സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ശമ്പളം പരിഗണിക്കുന്നതേ ഇല്ല. നിങ്ങൾ 2 ലക്ഷം രൂപ 10 ലക്ഷം രൂപ മാസ ശമ്പളമുള്ളവരാണെന്ന് വിചാരിക്കൂ. ഒരു കാരണവശാലും നിങ്ങളുടെ ശമ്പളം പരിഗണിക്കത്തില്ല. മറിച്ച് എന്താണ് സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചിടത്തോളം പരിഗണിക്കുന്നത്? ബഹുമാനീയനായ വിഷയാവതാരകൻ സൂചിപ്പിച്ചതുപോലെ യുവർ എൻട്രി കേഡർ വിൽ ഓൺലി ബി കൺസിഡേർഡ്. നിങ്ങൾ എവിടെ ഏത് പോസ്റ്റിലാണ്, നിങ്ങൾ ക്ലാസ് എയിലാണോ ബിയിലാണോ സിയിലാണോ കയറുന്നത് എന്നത് മാത്രമാണ് പരിഗണിക്കുന്നത്. വരുമാനം പരിഗണിക്കുന്നില്ല. ക്രീമി ലെയർ എന്ന് പറയുന്നത് വരുമാനത്തിന്റെ അടിസ്ഥാനത്തിലുള്ളൊരു നിർണയമല്ല. അതാണ് നമ്മൾ എതിർക്കുകയോ അനുകൂലിക്കുകയോ ചെയ്യുന്ന രണ്ടാമത്തെ കാര്യം. പക്ഷെ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നത് പ്രധാനപ്പെട്ട കാര്യമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. വരുമാനം ഒരു മാനദണ്ഡമേ അല്ല. വരുമാനത്തിന്റെ മാനദണ്ഡത്തിലല്ല ക്രീമി ലെയർ ഇഷ്യൂ. ഇപ്പോൾ ഉദാഹരണത്തിന് പിന്നോക്കക്കാർക്കിടയിൽ നിലനിൽക്കുന്ന മാനദണ്ഡമാണ് നമുക്ക് മുന്നിലുള്ളത്. അത് നമുക്ക് പരിശോധിക്കാം. അതെന്താണ്? ക്ലാസ് 1 ജീവനക്കാരായ മാതാപിതാക്കളിൽ ആരെങ്കിലും ഒരാൾ, ഒന്ന് വേറൊരു കാര്യം കൂടെ നിങ്ങൾ പരിഗണിക്കണം. നിലവിലുള്ള പിന്നോക്ക വിഭാഗങ്ങൾക്കിടയിലെ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് കൊടുക്കുമ്പോൾ മാതാപിതാക്കളുടെ മാത്രമാണ് പരിഗണിക്കുന്നത്. ഇണയുടെ വരുമാനം പരിഗണിക്കുന്നില്ല. അപേക്ഷകന്റെയോ ഉദ്യോഗാർത്ഥിയുടെയോ നിലവാരം, ഉദാഹരണത്തിന് ജുഡീഷ്യൽ ഓഫീസറായി അഡ്വക്കേറ്റ് നിഖിൽ ചന്ദ്രശേഖരൻ അപേക്ഷ കൊടുക്കുന്നു. നിഖിൽ ചന്ദ്രശേഖരന്റെ വരുമാനം പരിഗണിക്കത്തില്ല. നിഖിൽ ചന്ദ്രശേഖരന്റെ സഹോദരങ്ങളുടെ വരുമാനം പരിഗണിക്കത്തില്ല. നിഖിൽ ചന്ദ്രശേഖരന്റെ ഒരു കോളേജ് ലെക്ചറെ കല്യാണം കഴിച്ചു എന്ന് വിചാരിക്കുക. നിഖിൽ ചന്ദ്രശേഖരന്റെ ഭാര്യയുടെ വരുമാനം പരിഗണിക്കത്തില്ല. നിഖിൽ ചന്ദ്രശേഖരന്റെ മാതാപിതാക്കളുടെ മാത്രം സാമ്പത്തിക നിലയാണ് പരിഗണിക്കപ്പെടുക. എന്നാലോചിച്ച് നോക്കിയ നിങ്ങൾ, അത് മാത്രമാണ് പരിഗണിക്കപ്പെടുക. അല്ലാതെ ഇതൊരു വരുമാന പരിധിയുടെ 8 ലക്ഷം രൂപ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും 8 ലക്ഷം രൂപ വരുമാന സർട്ടിഫിക്കറ്റ് ആണ്. അല്ല, വരുമാനത്തിന്റെ അടിസ്ഥാനത്തിലല്ല ഈ വസ്തുതകൾ പരിഗണിക്കപ്പെടുക എന്നതാണ് നിലവിലുള്ള പിന്നോക്ക വിഭാഗങ്ങൾക്കിടയിൽ നടപ്പിലാക്കി വരുന്ന ക്രീമി ലെയറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാം. ക്ലാസ് 1 മാതാപിതാക്കളിൽ ആരെങ്കിലും ഒരാൾ ക്ലാസ് 1 ജീവനക്കാരനായി കയറിയാൽ, അല്ലെങ്കിൽ ബഹുമാനായ സുഭാഷ് സാർ പറഞ്ഞതുപോലെ തന്നെ 35 വയസ്സിനുള്ളിൽ ക്ലാസ് 1 ആയി പ്രമോഷൻ കിട്ടിയാൽ, 35 വയസ്സിനുള്ളിൽ ക്ലാസ് 1 ആയി പ്രമോഷൻ കിട്ടിയാൽ എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ഹോളിൽ ഇരിക്കുന്ന ഒരാൾ പോലും ക്രീമി ലെയറിന്റെ പരിധിയിൽ വരില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. നമ്മൾ എത്ര ശതമാനം? 1% പോലും ഉണ്ടാവില്ലെന്നാണ് എന്റെ പട്ടികജാതി വിഭാഗത്തിൽ 1% പോലും ഉണ്ടാവില്ല. ആ വിഭാഗത്തിൽപ്പെടും ക്ലാസ് 1 ആയി കയറുന്നത്. ഇപ്പൊ അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ, IAS IPS എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ. അപ്പോ അതാണ് ക്രീമി ലെയർ. പിന്നെ രണ്ടാമത്തെ അവസ്ഥ എന്താണ്? ക്ലാസ് 2 ജീവനക്കാരായി, ക്ലാസ് 2വിൽ അച്ഛനും അമ്മയും ക്ലാസ് 2 ജീവനക്കാരനാണെങ്കിൽ മാത്രമാണ് എൻട്രി ചെയ്യുക. അല്ലെങ്കിൽ 35 വയസ്സിനുള്ളിൽ ക്ലാസ് 2 ആയി പ്രമോഷൻ കിട്ടിയാൽ അവർ ക്രീമി ലെയറിന്റെ പരിധി. അച്ഛനും അമ്മയും മാതാപിതാക്കൾ ആരെങ്കിലും ഒരാളാണ് ക്ലാസ് 1ന്റെ കാര്യത്തിൽ. ക്ലാസ് 2വിന്റെ കാര്യത്തിൽ 2 പേരും എന്നതാണ് നിലവിൽ പിന്നോക്ക വിഭാഗങ്ങൾക്കിടയിൽ നടപ്പിലാക്കി വരുന്ന ക്രീമി ലെയറിന്റെ ബാധകം. ക്ലാസ് 3 ക്ലാസ് 4 ജീവനക്കാർ ക്രീമി ലെയറിന്റെ പരിധിയിലേ വരില്ല.
ഉദാഹരണത്തിന് ഞാനൊരു ക്ലാസ് 3 ജീവനക്കാരനായി ജോലിയിൽ പ്രവേശിച്ചു. എൻ്റെ മക്കൾക്ക് നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് കിട്ടും. പിന്നോക്ക വിഭാഗങ്ങൾക്ക് മാനദണ്ഡമാണ് ഞാൻ പറയുന്നത്. പട്ടികജാതി വിഭാഗങ്ങളുടെ മാനദണ്ഡം തീരുമാനിച്ചിട്ടില്ല. ഇപ്പോഴേ നമ്മൾ വെള്ളം പൊങ്ങുന്നതിന് മുമ്പ് തന്നെ തുണികൊക്കി പിടിക്കുകയാണ് നമ്മൾ. അപ്പോൾ പിന്നോക്ക വിഭാഗങ്ങൾക്കിടയിൽ നടപ്പിലാക്കി വരുന്നതിൽ ക്ലാസ് 3 ജീവനക്കാരനെ എനിക്ക് പ്രൊമോഷൻ കിട്ടി ക്ലാസ് 1 ആയിട്ട്, ഞാൻ ക്രീമി ലെയറിൽ വരുമോ? വരില്ല. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. വരുമാനം എന്ന് പറയുന്നത് കാർഷിക വരുമാനവും ശമ്പളത്തിലൂടെയുള്ള വരുമാനവും ക്രീമി ലെയർ നിർണ്ണയിക്കുന്നതിൽ ബാധകമാക്കാൻ പാടില്ല എന്ന് വളരെ കൃത്യമായി ഗവൺമെന്റ് ഓർഡർ ഉണ്ട്. വരുമാനം, നിങ്ങളുടെ വരുമാനം, കാർഷിക വരുമാനം, നിങ്ങൾക്ക് 5 ഹെക്ടറിലധികം ഭൂമി ഉണ്ടെങ്കിൽ നിങ്ങൾ ക്രീമി ലെയർ ആണ്. 5 ഹെക്ടറാണ് പരിധി. പിന്നോക്ക വിഭാഗങ്ങൾക്ക് നിശ്ചയിച്ചിരിക്കുന്ന പരിധി 5 ഹെക്ടറാണ്. 5 ഹെക്ടറിലധികം ഭൂമി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 4.5 ഹെക്ടർ ഭൂമിയേ ഉള്ളൂ. പക്ഷെ ആ 4.5 ഹെക്ടർ ഭൂമിയിൽ നിന്ന് നിങ്ങൾക്ക് പ്രതിവർഷം 10 ലക്ഷം രൂപ വരുമാനമുണ്ട്. നിങ്ങൾ ക്രീമി ലെയർ ആണോ? അല്ല. കാർഷിക വരുമാനമോ ശമ്പള വരുമാനമോ ക്രീമി ലെയർ നിർണ്ണയിക്കുന്നതിൽ ബാധകമല്ല. ഇതാണ് വസ്തുത. ഇവിടെ പിന്നോക്ക വിഭാഗങ്ങൾക്കിടയിൽ നടപ്പിലാക്കിയിരിക്കും വരുന്ന ക്രീമി ലെയർ വ്യവസ്ഥയിൽ ഉൾപ്പെടുത്തപ്പെട്ടിരിക്കുന്ന മാനദണ്ഡങ്ങൾ ഇതൊക്കെയാണ്. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല, ഒരുപാട് സമയമെടുക്കുമെന്നുള്ളതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. അതുകൊണ്ട് ശമ്പള വരുമാനം ഒരിക്കലും ക്രീമി ലെയർ വ്യവസ്ഥ നിർണ്ണയിക്കുന്നതിൽ നമുക്കറിയാം. ക്ലാസ് 1 എന്ന് പറയുന്നത് ഏകദേശം 72,000 മുതൽ 1,60,500 വരെ 1,60,500 വരെ ശമ്പള സ്കെയിൽ. 11ാം ശമ്പള കമ്മീഷന്റെ ശമ്പള സ്കെയിലുമായി ബന്ധപ്പെട്ടാണ് ക്ലാസ് ABC എന്നൊക്കെ പറയുന്ന കാറ്റഗറൈസേഷൻ വന്നിട്ടുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ അതുകൊണ്ട് നമുക്ക് ആവശ്യമില്ലാത്തൊരു ആശങ്ക ആളുകൾ പലർത്തുന്നുണ്ട്. 8 ലക്ഷം എന്ന് പറയുന്നത് മറ്റു നിലയ്ക്കുള്ള വരുമാനമാണ് സർ. അത് ഞാൻ പറഞ്ഞില്ലേ, സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചിടത്തോളം ശമ്പള വരുമാനം ക്രീമി ലെയർ നിർണയത്തിൽ ബാധകമല്ല ഒട്ടും തന്നെ. അത് 8, 15, 25 ആയിക്കോട്ടെ. നിങ്ങൾ ഏത് ഉദ്യോഗത്തിലാണ് എൻട്രി സമയത്ത് കയറുന്നത്, ഉദ്യോഗം കിട്ടുമ്പോൾ കയറുന്നത്? യെസ് സർ, തീർച്ചയായിട്ടും ചോദിക്കും സാർ. പാവപ്പെട്ടവർക്ക് സാധ്യതയേർപ്പെടുത്തി പാവപ്പെട്ട ആളുകൾക്ക് എന്തെങ്കിലും ആനുകൂല്യം കിട്ടണമെന്നുണ്ടെങ്കിൽ അവര് BPL പരിധി വരുന്നത് പറയുന്നത് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ ആ പരിധി നാളെ കിട്ടും വരില്ലേ? എവിടെ വരും? ആർക്ക് വരും? പറഞ്ഞല്ലോ. അതാ ഞാൻ പറഞ്ഞത്, വെള്ളം പൊങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾ മുണ്ട് പൊക്കി പിടിക്കുകയാണ്. അല്ലല്ല, ഞാൻ അനുകൂലിക്കുകയോ പ്രതികൂലിക്കുകയോ ചെയ്തിട്ടില്ല. അതായത് നിലവിലുള്ള 2 മിനിറ്റൂടെ ഉള്ളൂ. താങ്ക് യു സർ. നിലവിലുള്ള സാഹചര്യം അനുസരിച്ച് നോക്കിയാൽ സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ, പെൻഷനുകൾ, സാമൂഹ്യക്ഷേമ പദ്ധതികൾ, പട്ടികജാതി വികസന വകുപ്പ് നടത്തുന്ന സാമൂഹ്യക്ഷേമ പദ്ധതികൾക്കാണ് ഈ മാനദണ്ഡം വെച്ചിട്ടുള്ളത്. ഈ മാനദണ്ഡം അവിടെയും വരുമോ എന്ന് ചോദിച്ചാൽ വരില്ല. എങ്ങനെ വരണം? എന്തിനു വരണം? ഏത് നിലയിൽ വേണം? കാരണം അതിന് വേറെ നിലവിൽ ഇതുവരെ പട്ടികജാതി വിഭാഗങ്ങൾക്ക് ക്രീമി ലെയർ ഏർപ്പെടുത്തിയിട്ടില്ല. ക്രീമി ലെയർ ഏർപ്പെടുത്തിയതിന് ശേഷമാണ് ഈ മാനദണ്ഡങ്ങൾ രൂപീകരിക്കപ്പെടുന്നത്. ഈ മാനദണ്ഡങ്ങൾ നിലവിൽ പട്ടികജാതി വിഭാഗങ്ങൾക്ക് ബാധകമായിട്ടില്ല. ഇത് കേരള സർക്കാർ പാസാക്കിയ അവിടെ സാമൂഹ്യ വികസന പദ്ധതികളുമായി ബന്ധപ്പെട്ട ചില മാനദണ്ഡങ്ങളാണ്. ആ മാനദണ്ഡങ്ങളെയാണ് ഞാൻ കഴിഞ്ഞ ദിവസവും കേട്ടൊരു സംഭവം ഞാൻ നിങ്ങളോട് പറയാം. ഇത് ക്രീമി ലെയർ ഓൾറെഡി വന്നു കഴിഞ്ഞു. എങ്ങനെയാണ് വന്നത്? ഒരു വളരെ വിദ്യാഭ്യാസമ്പന്നനായ ഒരു മനുഷ്യൻ പറയുന്നതാണ്. കേന്ദ്ര സർക്കാർ ഇതാ പറയുന്നു, 2 ലക്ഷം രൂപ വരുമാന പരിധി ഉള്ളവർക്ക് മാത്രമേ ഇനി സ്കോളർഷിപ്പ് ഉള്ളൂ എന്ന് പറയും. ഞാൻ അത് സംബന്ധമായി കേരള ഹൈക്കോടതിയിൽ കേസ് നടത്തിയിട്ടുള്ള ഒരാളാണ്. നിങ്ങൾക്കറിയാമോ, 1944-45 കാലഘട്ടം മുതൽ ഇന്ത്യയിലും കേന്ദ്ര സർക്കാർ നടപ്പിലാക്കി വരുന്ന ഒരു പദ്ധതിയാണ് എന്ത്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് എന്ന് പറയുന്ന പദ്ധതി. ആ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് ഒരൊറ്റ കാര്യത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നതാണ്. ഈ സംസ്ഥാനത്ത്, അതായത് അവരവരുടെ സംസ്ഥാനത്ത് നിന്ന് മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി പഠിക്കുന്ന കുട്ടികൾക്ക്, മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി പഠിക്കുന്ന പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് അനുവദിക്കുന്ന ഒരു പദ്ധതിയാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് എന്ന് പറയുന്നത്. അതിന്റെ വരുമാന പരിധി എത്രയോ നാളുകളായി വരുമാന പരിധി ഉണ്ട്. ആ കാര്യത്തിലൊക്കെ 2 ലക്ഷം രൂപയാണ് ഇപ്പോഴത്തെ വരുമാന പരിധി. ആ വരുമാന പരിധി നിർണ്ണയിച്ചിട്ട് വർഷങ്ങളാവുന്നു, ഇപ്പോഴൊന്നുമല്ല. ഞാൻ 2019 കേസ് കൊടുക്കുന്ന സമയത്തൊക്കെ ഞാൻ അതിന്റെ ഗൈഡ് ലൈൻ വായിച്ചു നോക്കിയിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം സാമൂഹിക, പക്ഷെ എന്നാൽ അതേ സമയത്ത് തന്നെ കേരള സർക്കാർ, സുഭാഷ് സാറിന് അറിയാം, കേരള സർക്കാർ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾക്ക് സാമ്പത്തിക പരിധിയില്ല എന്ന്. വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾക്ക് ഇത് ഏറ്റവും പാവപ്പെട്ടവരായ, നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും ദുർബലരായ മനുഷ്യരിലെ വിദ്യാർത്ഥികൾ, നമ്മുടെ ഒരുപാട് കുട്ടികൾ ആ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അന്യ സംസ്ഥാനങ്ങളിൽ പോയി നഴ്സിംഗിന് പഠിക്കുന്നുണ്ട്.
അവിടെ മാനേജ്മെന്റ് ഫീസാണ് കൊടുക്കുന്നത്. ഇപ്പൊ സംസ്ഥാന സർക്കാർ അത് നിർത്തലാക്കി. മെറിറ്റിലോ അല്ലെങ്കിൽ സംവരണത്തിലൂടെയോ പ്രവേശനം ലഭിക്കാത്തവർക്ക് കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ട് അതിനെതിരെ ഒരു കേസ്, അതിനെതിരെ ഞാൻ അടക്കം പോയി മെമ്മോറാണ്ടം കൊടുത്തിട്ടുണ്ട് സർക്കാർ അത് ശരിയല്ലെന്ന് പറഞ്ഞുകൊണ്ട്. കാരണം ഒരു കേസുണ്ട് കേരളത്തിലെ ഹൈക്കോടതി വിധിച്ച അതിനനുകൂലമായി ഏത് നിലയിൽ പ്രവേശനം കിട്ടിയാലും സ്കോളർഷിപ്പിന് അർഹതയുണ്ട്. അത് സുപ്രീം കോടതി കിടക്കുകയാണ്, അപ്പീൽ പോയിരിക്കുകയാണ് സ്റ്റേറ്റ് ഓഫ് കേരള സംസ്ഥാന സർക്കാർ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. വർഷങ്ങളാവുന്നു അത് സുപ്രീം കോടതിയിൽ കെട്ടിക്കിടക്കാൻ തുടങ്ങിയിട്ട്. ഞാൻ പറഞ്ഞു വന്നൊരു പ്രധാനപ്പെട്ട കാര്യം ഇവിടെ രണ്ട് കാര്യങ്ങളാണ്. ഞാൻ അതിൽ കാണുന്ന ഒരു പോസിറ്റീവ് വശം ഇതാണ്. ഒന്ന്, ഈ ക്രീമി ലെയറിലുള്ള ഏറ്റവും വലിയ അപകടം എന്ന് പറയുന്നത്, അപകടം ഉണ്ട്. ആ അപകടം എന്താണ്? ഒന്ന്, ക്രീമി ലെയർ വിഭാഗത്തെ പട്ടികജാതി സംവരണത്തിൽ നിന്ന് പൂർണ്ണമായി വെട്ടിമാറ്റുന്നതാണ് ഇതിന്റെ അപകടം. ദാറ്റ് ഈസ് റൈറ്റ്, അബ്സല്യൂട്ട്ലി കറക്റ്റ്. ഞാൻ അതിനോട് യോജിക്കുന്നു. ക്രീമി ലെയർ വിഭാഗത്തെ ഒരു കാരണവശാലും പട്ടികജാതി സംവരണത്തിൽ നിന്ന് പൂർണ്ണമായി വെട്ടിമാറ്റാൻ പാടില്ല എന്ന് തന്നെയാണ് എൻ്റെ നിലപാട്. വ്യക്തിപരമായി പറഞ്ഞാൽ വെട്ടിമാറ്റാൻ പാടില്ല. പിന്നെ എന്താണ് ചെയ്യേണ്ടത്? ഇവിടെ സബ് ക്ലാസിഫിക്കേഷൻ വിഷയത്തിൽ ചെയ്തതുപോലെ തന്നെ നോൺ ക്രീമി ലെയറിന് പ്രയോറിറ്റി കൊടുത്താൽ പോരെ? നോൺ ക്രീമി ലെയറിന് പ്രയോറിറ്റി നിർണ്ണയിച്ചാൽ മതി. നോൺ ക്രീമി ലെയറിന് പ്രയോറിറ്റി നിർണ്ണയിക്കുന്നതിൽ എന്താണ് സമുദായത്തിന് കുഴപ്പം? അവസരങ്ങളുടെ ക്യൂവിൽ, ഞാൻ കുറച്ചുകൂടെ കൃത്യമായി പറഞ്ഞാൽ, ഞാൻ അഭിഭാഷകനാണ്, എൻ്റെ ഭാര്യ അഭിഭാഷകയാണ്, മക്കൾ രണ്ടുപേരും അഭിഭാഷകരാണ്. ഒരാൾ എൻറോൾ ചെയ്തു, ഒരാൾ എൻറോൾ ചെയ്യാനായിട്ട് കാത്തിരിക്കുന്നു. എൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്ത് കർഷക തൊഴിലാളിയായ ഒരു സഹോദരനുണ്ട് എനിക്ക്, അദ്ദേഹത്തിൻ്റെ മകനും പഠിക്കുകയാണ്. അവസരങ്ങളുടെ ക്യൂവിൽ കർഷക തൊഴിലാളിയുടെ മകൻ മുന്നിൽ നിൽക്കുകയും എൻ്റെ മകൻ അഞ്ചാമത് നിൽക്കുകയും ചെയ്യണമെന്ന് പറയുന്നതിൽ എന്തെങ്കിലും നീതികേടുണ്ടോ? സമുദായത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അന്ന് ഒന്നാമത് നിൽക്കുന്ന കർഷക തൊഴിലാളിയുടെ മകന് ആ പോസ്റ്റിന് അല്ലെങ്കിൽ ആ അവസരത്തിന് മതിയായ യോഗ്യത ഇല്ലെങ്കിൽ എൻ്റെ മകന് കിട്ടും. കാരണം അവൻ ക്യൂവിൽ അഞ്ചാമത് നിൽക്കുകയാണ്. അവനെ ക്യൂവിൽ നിന്ന് പുറത്താക്കണമെന്ന് പറയുന്നതാണ് എനിക്ക് യോജിക്കാൻ കഴിയാത്തത്. ഒരിക്കലും ഞാൻ യോജിക്കുന്നില്ല ക്യൂവിൽ നിന്ന് ക്രീമി ലെയറിനെ വെട്ടിമാറ്റണമെന്ന് പറയുന്നു. പക്ഷേ നോൺ ക്രീമി ലെയറിന് മുൻഗണന കൊടുക്കുന്നത് ഉചിതമായ നടപടിയാവില്ലേ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഉചിതമായ നടപടിയാവില്ലേ? നമ്മുടെ സമൂഹത്തിലെ സാധാരണക്കാരായ മനുഷ്യർ, തീർച്ചയായും എൻ്റെ അപകടം ഇത് തന്നെയാണ്. ക്രീമി ലെയറിന് 2 മിനിറ്റ് അധികം കൂടുതലായി ചോദിക്കുന്നു, 2 മിനിറ്റ്. ക്രീമി ലെയറിനെ പൂർണ്ണമായി വെട്ടിമാറ്റിയാൽ അത് ദോഷമാണ്. നോൺ ക്രീമി ലെയറിന് പ്രയോറിറ്റി കൊടുക്കണം എന്നുള്ളതാണ്. രണ്ടാമത് ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. നമ്മുടെ സമുദായത്തിനകത്ത് ഈ സാധാരണക്കാരായ മനുഷ്യർ ക്രീമി ലെയറോ നോൺ ക്രീമി ലെയർ എന്ന് പറയുന്ന വിഭാഗം വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ പുറത്താക്കപ്പെടുക, ക്രീമി ലെയർ പുറത്താക്കപ്പെടുന്നത്? ഞാനൊന്ന് ചോദിക്കട്ടെ, നമ്മൾ സംവരണത്തിന്റെ ഗുണഭോക്താക്കൾ ആരായിരിക്കണം എന്നുള്ളത് മാത്രമല്ലേ ചർച്ച ചെയ്യുന്നുള്ളൂ ഇവിടെ? സംവരണമാണോ നമ്മുടെ സമുദായവുമായി ബന്ധിപ്പിക്കുന്ന ഘടകം? സമുദായവുമായി ബന്ധിപ്പിക്കുന്ന ഘടകം സംവരണമാണോ? സംവരണം കിട്ടിയില്ലെങ്കിൽ, സംവരണത്തിന് ഞാൻ യോഗ്യനല്ലെങ്കിൽ ഞാൻ സമുദായത്തിൽ നിന്ന് പുറത്തു പോകുമെന്നല്ലേ ഇവർ പറയുന്നത്? എനിക്ക് സംവരണം കിട്ടിയില്ലെങ്കിൽ ഞാൻ സമുദായത്തിൽ നിന്ന് പുറത്തു പോകും, ഞാൻ സമുദായത്തിന് വേണ്ടി പ്രവർത്തിക്കില്ലെന്നാണോ ഈ പറയുന്ന ആളുകൾ ഉദ്ദേശിക്കുന്നത്? സമുദായത്തെ എന്നെയും ബന്ധിപ്പിക്കുന്നത് സംവരണം എന്ന് പറയുന്ന ആശയമാണോ എന്നുള്ളതാണ് എൻ്റെ പ്രധാനപ്പെട്ട ചോദ്യം. അതുകൊണ്ട് സംവരണമല്ലല്ലോ, കാരണം ഇവിടെ സുഭാഷ് സാർ തന്നെ പറഞ്ഞ വളരെ രസകരവും വസ്തുതാപരമായ ഒരു കാര്യമുണ്ട്. ഇപ്പോഴത്തെ മാനദണ്ഡം വെച്ച് പരിശോധിച്ചാൽ അയ്യങ്കാളിയും അംബേദ്കറും ഒക്കെ ക്രീമി ലെയറാണ്. പക്ഷെ അവർ പ്രവർത്തിച്ചത് നോൺ ക്രീമി ലെയറിന് വേണ്ടിയാണ്. അവരൊന്നും സംവരണത്തിന്റെ ഗുണഭോക്താക്കളായിരുന്നത് കൊണ്ടല്ലല്ലോ ഈ സമുദായത്തിന് വേണ്ടി പ്രവർത്തിച്ചത്. അതുകൊണ്ട് സംവരണം ക്രീമി ലെയർ വ്യവസ്ഥ ഏർപ്പെടുത്തിയാൽ സമുദായത്തിൽ നിന്ന് ഒരു വിഭാഗത്തെ ആംബൂട്ട് ചെയ്യും, മുറിച്ചു മാറ്റുമെന്ന് പറയുന്നത് തികച്ചും ബാലിശമായൊരു ആവശ്യമാണെന്നാണ് ഞാനതുകൊണ്ട് പറയുന്നത്. പട്ടികജാതി സംവരണത്തിനകത്ത്, എൻ്റെ വ്യക്തിപരമായ കാഴ്ചപ്പാട്, പട്ടികജാതി സംവരണത്തിനകത്ത് ക്രീമി ലെയർ വ്യവസ്ഥ ഏർപ്പെടുത്തുന്ന പക്ഷം ക്രീമി ലെയറിനെ പട്ടികജാതി സംവരണത്തിൽ നിന്ന് ഒഴിവാക്കാതെയും നോൺ ക്രീമി ലെയറിന് പട്ടികജാതി സംവരണത്തിന്റെ മുൻഗണനയും പ്രയോറിറ്റിയും നിർണയിച്ചാൽ ഈ പ്രശ്നം നമ്മുടെ സമുദായത്തിനകത്ത് ചർച്ച ചെയ്ത് പരിഹരിക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തെങ്കിലും അഭിപ്രായം കൂടുതലുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് സംസാരിക്കാം. അഭിവാദ്യങ്ങൾ. എന്തായാലും ഒരു ഭരണ നിർവഹണ മേഖലയിൽ അല്ലെങ്കിൽ അഭിഭാഷക രംഗത്ത് നിന്ന് വളരെ ഇത്തിരി കൂടെ ഗഹനമായിട്ടുള്ള രീതിയിലാണ് നമ്മൾ സജിസാർ ആ വിഷയം അവതരിപ്പിച്ചത്. പട്ടികജാതിക്കാർ തന്നെയാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെയൊക്കെ അവകാശങ്ങൾ ഉന്നയിച്ച് വരുന്നത് എന്നുള്ളൊരു ചരിത്രപരമായ ഒരു പശ്ചാത്തലം കൂടി ഉണ്ട്. നമ്മളതുകൂടി ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. എന്തായാലും പ്രാതിനിധ്യമാണ് ഇതിൻ്റെ എല്ലാം അവകാശത്തിൻ്റെ അല്ലെങ്കിൽ ഇതിൻ്റെ തോത് എന്ന രീതിയിലാണ് ഇതിന് മുന്നോട്ട് പോകുന്നത്. ഇനി നമ്മളോട് സംസാരിക്കുന്നത് കേരളത്തിലെ പട്ടികജാതിക്കാരുടെ അഭിമാനമായ രാഷ്ട്രീയത്തിൻ്റെ ഉത്തംഗ ശൃംഗത്തിൽ നിന്ന് പ്രവർത്തിച്ച നമ്മുടെ കല്ലറ സുകുമാരൻ സാറിൻ്റെ പ്രസ്ഥാനത്തിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ പി ഷൺമുഖ് സാർ ഇവിടെയുണ്ട്. നമ്മുടെ സമുദായ നേതാവിൻ്റെ വാക്കുകളിലേക്ക് നിങ്ങളെല്ലാവരും ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ബഹുമാനപ്പെട്ട യോഗാധ്യക്ഷൻ ശ്രീ പി സന്തോഷ്,
ഈ വിഷയം അവതരിപ്പിച്ച ശ്രീ സുഭാഷ് അവരുകൾ, മറ്റു വേദിയിലും സംസ്കരിക്കുന്ന മാന്യ നേതാക്കളെ, സഹപ്രവർത്തകരെ, ഉയർന്നോളൂ, ഉയർന്നോളൂ. ശബ്ദം താഴ്ത്താൻ പറയുന്നുണ്ടല്ലോ. അതുകൊണ്ട് എന്തായാലും നമ്മളെ സംബന്ധിച്ചോളം ഇപ്പോൾ IDF-ന്റെ ഒരു പ്രതിനിധി എന്ന നിലയിൽ ഞങ്ങൾ സംഘടനാപരമായ തീരുമാനമാണ് നമ്മളിവിടെ പ്രഖ്യാപിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ പ്രിയ സ്നേഹിതൻ നമ്മുടെ സജിസാരോടെ പറഞ്ഞിരുന്നു, ബി മിഷൻ്റെ പ്രവർത്തകനാണ്, എങ്കിലും എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞ അഭിപ്രായമാണ് IDF-ന് നിലവിലുള്ളത്. അത് IDF-ന് പൊതു നിലപാടാണ്. അപ്പോൾ അതെനിക്ക് ആദ്യമേ അതാണ് പറയാനുള്ളത്. എന്തുകൊണ്ടാണ് ദളിതരുടെ ഇടയിൽ ഒരു ക്രീമിയിൽ വളരെ സവിസ്തരം ഇവിടെ വിഷയം അവതരിപ്പിച്ച ആളും അതിന് സംസാരിച്ച സജി കെ ചേരൻ സംസാരിക്കുകയുണ്ടായി. പിന്നെ അത് തന്നെ പറയുന്നത് ശരിയല്ല എനിക്ക് തോന്നുന്നു. മറിച്ച് ചെറിയ ഉദാഹരണം ഞാൻ പറയാം. നമ്മുടെ യുക്തിരേഖിക്കുന്നുണ്ടെന്ന പ്രൊഫസർ ഓമനക്കുട്ടൻ എംകുദാസിനൊക്കെ അറിയും. നമ്മുടെ എറണാകുളത്തെ ഒരു കളക്ടർ, പേര് ഞാൻ പറയുന്നില്ല, ജില്ലാ കളക്ടർ, ഒരു പട്ടികക്കാരനായ ഒരു കളക്ടർ ഉണ്ടായിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ മോളെ ഭരതനാട്യം പഠിപ്പിക്കാൻ വേണ്ടി ശനിയും ഞായറും ട്രാൻസ്ഫറും നെടുമ്പാശ്ശേരിയിൽ നിന്ന് ചെന്നൈക്ക് വിടുമായിരുന്നു. അപ്പോൾ ചെന്നൈക്ക് വിടാൻ കഴിയുന്ന ഒരു സാമ്പത്തിക സ്രോതസ് ഒരു കളക്ടർക്കുണ്ടായപ്പോൾ അദ്ദേഹത്തിൻ്റെ മകളെ പഠിപ്പിക്കുന്നതിന് വേണ്ടി, ഭരതനാട്യം പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഭരതനാട്യം പഠിപ്പിക്കുന്നതിന് വേണ്ടി ചെന്നൈയിലേക്ക് അയച്ചൊരു ചരിത്രം നമുക്ക് പലർക്കൊക്കെ അറിയാം. ഈ അടുത്ത നാളിൽ ഈ സംവരണത്തിൻ്റെ ക്രീമി ലെയർ സമ്പ്രദായത്തിൻ്റെ എങ്ങനെയൊക്കെയാണ് അതിൻ്റെ വിജ്ഞാപനത്തെക്കുറിച്ച് കൃത്യമായി പറയുകയുണ്ടായിരുന്നു. നമുക്കത് പറയാനുള്ളത്, കേരളത്തിലെ നമ്മളാരും ശ്രദ്ധിക്കപ്പെടാത്തൊരു സമുദായമുണ്ട്, മലയരുടെ ഇടയിൽ ക്രിസ്ത്യൻ വിഭാഗം. മലയരെ ക്രിസ്ത്യൻ വിഭാഗം എന്ന് പറയുന്നത്, നമുക്കിപ്പോൾ ജേക്കബ് ജോൺ എന്ന് പേര് കേൾക്കുമ്പോൾ നമ്മുടെ ധാരണ അദ്ദേഹം ഒരു സവർണ ക്രിസ്ത്യാനിയായിരിക്കും, കളർ കൊണ്ടും പേരുകൊണ്ടൊക്കെ. കേരളത്തിലെ ഉന്നത ശ്രേണിയിലിരിക്കുന്ന ഒത്തിരി മലയരെ ക്രിസ്ത്യാനികളുണ്ട്, സജിസാറിനൊക്കെ അറിയാം. ഇപ്പം ഏറ്റവും ചെറിയ ഉദാഹരണം പറയാം. കോട്ടയം മെഡിക്കൽ കോളേജിലെ ഒരു RMO ആയിരിക്കുന്ന ഡോക്ടർ സാം ക്രിസ്റ്റി, അദ്ദേഹം ഒരു ബിഷപ്പിൻ്റെ കൊച്ചുമോനാണ്. അവിടെ കരുണാകരൻ സർക്കാർ പണ്ട് വന്നപ്പോൾ എല്ലാ മെഡിക്കൽ കോളേജുകളിലും താലൂക്ക് ഹോസ്പിറ്റലിലേക്ക്, നിങ്ങൾക്കറിയാം, ധന്വന്തിരി എന്ന് പറയുന്ന സൊസൈറ്റി തുടങ്ങിയുണ്ടായി. ആ കോട്ടയം മെഡിക്കൽ കോളേജിൽ ധന്വന്തിരി എന്ന് പറയുന്ന സൊസൈറ്റി ഉണ്ട്. 25 സെന്റ് സ്ഥലം സ്വന്തമായിട്ടുണ്ട്. ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോൾ അവിടുത്തെ MLA ശ്രീമാൻ വാസവൻ ആ മെഡിക്കൽ കോളേജിൻ്റെ വികസനത്തിന് വേണ്ടി ആ ധന്വന്തിരി സൊസൈറ്റി ഇത് പൊളിച്ചു മാറ്റാൻ പറഞ്ഞു. അപ്പോൾ ഡോക്ടർ ബാലകൃഷ്ണനാണ് സൂപ്രണ്ട്, അല്ല അതിൻ്റെ സെക്രട്ടറി ഡോക്ടർ PK ബാലകൃഷ്ണൻ, നിങ്ങളുടെ നാട്ടുകാരനാണ്, ഇപ്പോൾ പെൻഷൻ പറ്റി ഇടക്കോട്ടയത്തുണ്ട്. അപ്പോൾ ഡോക്ടർ ബാലകൃഷ്ണൻ അവിടെ ധന്വന്തിരിയുടെ സൊസൈറ്റി ആയിരുന്നപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചിരുന്നു, ക്ഷമ ഇതിനൊരു സംഭവമുണ്ട്. ഞാൻ IDF-ന്റെ പ്രവർത്തന രംഗത്തെന്ന് പറഞ്ഞാൽ ഞാൻ പത്രപ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുമ്പോഴാണ്, അതുകൊണ്ട് കേരളത്തിലെ പട്ടികജാതി സംഘടനക്കാരൊക്കെ താങ്കളൊന്ന് വിളിച്ചു കൂട്ടി ഇതിവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്തതിനെക്കുറിച്ച് എതിർക്കാൻ പറഞ്ഞു. എന്നാലും കോട്ടയത്തുള്ള അത്യാവശ്യം എല്ലാവരെയൊക്കെ വിളിച്ചു കൂട്ടി സമരമൊക്കെ ചെയ്ത് ഞാൻ കളക്ടറെ പോയി കാണുകയൊക്കെ ചെയ്ത് ആ തീരുമാനം അവർ പിൻവലിച്ചു. അത് കഴിഞ്ഞ് ഇപ്പോൾ അദ്ദേഹം മാറി ഡോക്ടർ സാം ക്രിസ്റ്റി എന്ന് പറയുന്ന ആദിവാസിയാണ് ഇപ്പോൾ ഈ സൊസൈറ്റിയുടെ സെക്രട്ടറി. ഇതെന്ന് പറഞ്ഞാൽ ഈ മലയര ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെടുന്ന കക്ഷി. അദ്ദേഹം വന്നപ്പോൾ എന്തുണ്ടായെന്നറിയാമോ? ഈ സ്ഥലത്തിൻ്റെ ഒരു പകുതി ഭാഗം മെഡിക്കൽ കോളേജിന് വേണ്ടി തുറന്നു കൊടുത്തു. ഇപ്പോൾ ലൈവ് ബാലകൃഷ്ണൻ ഡോക്ടർ കൊടുക്കാതിരുന്ന സാധനം സാം ക്രിസ്റ്റി കൊടുത്തത്, സാം ക്രിസ്റ്റി പറഞ്ഞ ഒരു ക്രീമിലെയറിൽ പെട്ട ഒരാളാണ്. ചെറിയ ഭാഷ പറഞ്ഞാൽ ഈ ക്രീമിലെയർ എന്ന് പറയുന്നതിന് ഒരു വിവരണം ഇവിടെ നൽകുകയുണ്ടായി. അതുകൊണ്ട് പറയുക, എന്തായാലും അത്തരത്തിലെ ആ വിധത്തിൽ തന്നെ വേർതിരിക്കപ്പെടണം എന്ന ഒരു ചിന്താഗതിയാണ് IDF-നുള്ളത്. തന്നെയുമല്ല, ഈ നമ്മുടെ അവതാരം സംസാരിച്ച ഭൂമിയെക്കുറിച്ച് സംസാരിച്ചു. കേരളത്തിലെ കലർസന്മാരൻ ILP ഉണ്ടാക്കിയപ്പോൾ അത് ഇതിൻ്റെ മുദ്രാവാക്യം എന്ന് പറയുന്നത് മണ്ണിൻ്റെ മക്കളെ മണ്ണിന് വേണ്ടി കലാപം നയിക്കും എന്നുള്ളതായിരുന്നു. ഒരു ജനതയുടെ പുരോഗതിക്ക് അടിസ്ഥാനം വിദ്യാഭ്യാസവും ജോലി മാത്രമല്ല, ഭൂമിയാണ് ജനതയുടെ പുരോഗതിക്ക് അടിസ്ഥാനം എന്ന് പറയുന്നത് അയ്യങ്കാളി പറഞ്ഞിരുന്നു, അംബേദ്കർ പറഞ്ഞിരുന്നു, അതിനുശേഷം വിവിധ പ്രസ്ഥാനങ്ങൾ പറഞ്ഞു. കേരളത്തിലെ ILP-യിലൂടെ കലർസന്മാരൻ പറഞ്ഞിരുന്നതാണ്. അപ്പോൾ അത് ജനതയുടെ പുരോഗതിക്ക് ആവശ്യമായ ഘടകം, പ്രധാനപ്പെട്ട ഒരു ഘടകം ഭൂമി. നമുക്കറിയാം,
നമ്മുടെ കോട്ടയത്തിൻ്റെ ഇടുക്കി ജില്ലയിലേക്ക് പ്രാന്തപ്രദേശങ്ങളിൽ ചെല്ലു കഴിയുമ്പോൾ മലമുകളിലൊക്കെ പള്ളികളിലും കുരിശുകളൊക്കെ കാണാൻ കഴിയും. കഴിഞ്ഞ ദിവസം കുമിളിയിൽ ചെന്നപ്പോൾ അമരാവതി പോലുള്ള ടൗണിൽ ഏക്കർ കണക്കിന് ഭൂമി ഒരു പള്ളിയുടേതായിട്ട് കിടക്കുകയാണ്. ഈ പള്ളിക്ക് എങ്ങനെ ഈ ഭൂമി ഉണ്ടായത്? കട്ടപ്പന ടൗണൊക്കെ ഇരിക്കുന്നത് അവിടുത്തെ ആദിവാസികളുടെ കൈവശിരുന്ന ഭൂമിയായിരുന്നു, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പം ഈ ഭൂമികളൊക്കെ ആദിവാസികളുടെ കയ്യിലിരുന്ന ഭൂമികളൊക്കെ ഒരു പ്രത്യേക ജനവിഭാഗങ്ങളുടെ പ്രത്യേക മതവിഭാഗത്തിൻ്റെ കസ്റ്റഡിയിലേക്ക് പോകുന്നതിന് ആവശ്യമായി അവർ പാർട്ടി ഉണ്ടാക്കി ആ പാർട്ടിയിലൂടെ അവർ ഇതൊക്കെ സംരക്ഷിക്കുകയും ചെയ്തു. അത്തരം പാർട്ടികൾ ഉണ്ടാക്കിയത് കൊണ്ട് അവരുടെ ഭൂമി, അദ്ദേഹം നമ്മുടെ മാണിസാർ 40 വർഷം MLA ആയി, ഉമ്മൻചാണ്ടി 53 വർഷം MLA ആയി. ഇവർ 53-40 വർഷമൊക്കെ MLA ആയപ്പോൾ അവരുടെ സമൂഹത്തിൻ്റെ ഭൂമി, അത് വയനാടായാലും ശരി ഇടുക്കി ആയാലും ശരി എവിടെയാണെങ്കിലും ശരി, ആ ജനവിഭാഗത്തിൻ്റെ ഭൂമികൾ അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഭൂമികൾ മുഴുവനും അവരുടെ ഒരു പ്രത്യേക മതവിഭാഗത്തിന് വേണ്ടി വിനിയോഗിക്കപ്പെടാൻ അവരുടെ അധികാരത്തെ അവർ ഉപയോഗിച്ചു എന്നുള്ളതാണ്. അപ്പം അധികാരം ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. എന്നാലും പറഞ്ഞത് ദളിത് ജനതയെ സംബന്ധിച്ചോളം ഈ ഒരു ക്രിമിനൽ സമ്പ്രദായം അത് തന്നെയല്ല, സൈസറോടെ പറയുണ്ടായി, സംവരണം കിട്ടാതെ അല്ലെങ്കിൽ പ്രാതിനിധ്യം കിട്ടാത്ത 53 ജനവിഭാഗങ്ങൾ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനത്തിലുണ്ട്. ഞാനും ചോദിക്കട്ടെ, ഇത് പറയുമ്പോൾ തന്നെ കേരളത്തിലെ ഈ ദളിത് ക്രൈസ്തവർ എന്ന് പറയുന്ന ഒരു സമൂഹമുണ്ട്. മറ്റൊരു ഈ പറയുന്ന മലയോര ക്രിസ്ത്യൻ ദളിത് ക്രൈസ്തവരല്ല, അവർ ഒരു ആദിവാസി വിഭാഗത്തിൽപ്പെടുന്നവരാണ്. മറിച്ച് ചേരമരുടെ ഇടയിലും സാമ്പവരുടെ ഇടയിലും മറ്റു ഇതര ജനവിഭാഗങ്ങളിലും ക്രൈസ്തവ മതവിശ്വാസികൾ നിരവധി പേരുണ്ട്. അവർക്ക് എന്തുകൊണ്ട് സംവരണം? 1950 ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് കൊണ്ടുവന്ന നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണല്ലോ സംവരണം നിഷേധിക്കപ്പെട്ടത്, അല്ലേ സാർ? 10/8/1950 എൻ്റെ വിശ്വാസം. അപ്പൊ അന്ന് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് കൊണ്ട് അതിനുശേഷമാണല്ലോ സിഖ് മതക്കാർക്ക് കിട്ടി, ബുദ്ധമതക്കാർക്ക് കിട്ടി, മറ്റു ഹിന്ദുക്കളല്ലാതെ ഇരിക്കുന്ന മറ്റു പലർക്കും കിട്ടിയെങ്കിൽ പോലും ദളിത് ക്രൈസ്തവർക്ക് നാളെ ഇതുവരെ സംവരണം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ദളിത് ക്രൈസ്തവർക്ക് സംവരണം അനുവദിക്കപ്പെടണം കൊടുക്കണമെന്ന് പറയുന്ന ഒരു സംഘടനയുടെ വ്യക്താവും കൂടി എന്ന നിലയിൽ ഇക്കാര്യത്തിൽ പറയാനുള്ളത്, ഈ സംവാദത്തിൽ ഒരു സൈസാർ പറഞ്ഞ അഭിപ്രായത്തോട് അതെൻ്റെ സംഘടനാപരമായ അഭിപ്രായം കൂടിയാണ്. അത്തരം അഭിപ്രായത്തോട് യോജിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഭീം, ജയ് കൽസോമരെ. അടുത്തതായി നമ്മുടെ ഇപ്പം എന്തായാലും ഒരു സമുദായത്തിൻ്റെ പ്രതിനിധി എന്നോണം നമ്മുടെ ഷൺമുഖ സാർ സംസാരിച്ചു. അദ്ദേഹത്തിൻ്റെ ഒരു നിലപാടുകളും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തിൻ്റെ നിലപാടെന്ന പോലെ രീതിയിൽ തന്നെ എന്തെല്ലാമാണ് ഈ മേഖലയിലെ മാറ്റങ്ങളെ സംബന്ധിച്ച് തന്നെ അതൊരു നിശ്ചിതമായിട്ടൊരു തീരുമാനം പറഞ്ഞു കഴിഞ്ഞു. അടുത്ത നമുക്ക് സംസാരിക്കാനുള്ള നമ്മുടെ ഒരു ഇനി എല്ലാ മേഖലയും വ്യത്യസ്ത സ്ഥലത്തു നിന്നാണ് ഞാൻ ക്ഷണിക്കുന്നത്. എന്തായാലും സാംസ്കാരിക മേഖലയിൽ നമ്മുടെ പ്രത്യേകിച്ച് സിനിമാ രംഗത്ത് വളരെയധികം കോലാഹലങ്ങൾ നടക്കുന്നൊരു കാലഘട്ടമാണ്. അവിടെയും നമ്മുടെ പ്രാതിനിധ്യം, നേരത്തെ പറഞ്ഞല്ലോ പ്രാതിനിധ്യമാണ് നമ്മുടെ അവകാശം, പ്രാതിനിധ്യം തെളിയിച്ചിട്ടുള്ളതും എഴുത്തുകാരനും സാഹിത്യ നിരൂപണമായിട്ടുള്ള നമ്മുടെ പ്രിയങ്കരനായ ജെസ്സി കുത്തന്നൂർ, നമ്മുടെ സിനിമാ സംവിധായകനും ഡയറക്ടറുമാണ്, റൈറ്ററുമാണ്. ജെസ്സി കുത്തന്നൂരിൻ്റെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അപ്പോൾ എൻ്റെ എല്ലാ സഹോദരന്മാർക്കും എൻ്റെ ജയ് ഭീം അർപ്പിക്കുന്നു. ഞാൻ കുറേ കാലം പൊതുരംഗത്തിൽ നിന്ന് വിട്ടു നിൽക്കുകയായിരുന്നു. അപ്പോൾ ഇന്നാണ് ആദ്യമായിട്ടാണ് ഞാൻ ഒരു 1.5 വർഷത്തിന് ശേഷം ഒരു പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെടുന്നത്. അപ്പോൾ എന്തായാലും ഒരു അതീവ സന്തോഷമുണ്ട്. കാരണം തൃശ്ശൂർ പോലുള്ളൊരു സാംസ്കാരിക നഗരത്തിൽ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുക എന്ന് തന്നെ അതിന് സംഘാടകർക്ക് ഞാൻ ആദ്യം എൻ്റെ നന്ദിയും കൃതജ്ഞതയും അറിയിക്കുന്നു. ഈ ക്രിമിനൽ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത്, എൻ്റെ വ്യക്തിപരമായിട്ട് ഒരു സംഘടനയുടെ സംസ്ഥാന വർക്കിംഗ് പ്രസിഡൻ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. KKMS എന്നൊരു കേരള കണക്കൻ മഹാസഭയുടെ സംസ്ഥാന വർക്കിംഗ് പ്രസിഡൻ്റാണ് ഇപ്പോൾ നിലവിൽ ഞാൻ. അപ്പോൾ സംഘടനയുടെ തീരുമാനമല്ല, ഞാനെന്ന വ്യക്തിപരമായിട്ടുള്ള എൻ്റെ തീരുമാനം സജി സാറ് പറഞ്ഞ ചില കാര്യങ്ങളുമായിട്ടും അല്ലെങ്കിൽ സുഭാഷ് സാറിന് പറഞ്ഞ കാര്യങ്ങളുമായിട്ട് ചിലതൊക്കെ എനിക്ക് അനുകൂലമാണെങ്കിലും ക്രിമിനൽ നടപ്പിലാക്കണ്ട എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം അതിൽ ക്രിമിനൽ നടപ്പിലാക്കുകയാണെങ്കിൽ അതിൽ വളരെ വ്യക്തമായ മാനദണ്ഡങ്ങൾ ഇനിയും അത് കൃത്യമല്ല. നമ്മുടെ കേരളത്തിലെ ഒട്ടുമിക്ക ആനുകൂല്യങ്ങൾ കൊടുക്കുന്നതിൻ്റെയും മാനദണ്ഡങ്ങൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നടത്തുന്നതെന്ന് എനിക്ക് ക്രിസ്താഡ്സിനോടും അല്ലെങ്കിൽ കിലയുടെ വലിയ തലപ്പത്തിരിക്കുന്ന ആളുകളോടും എനിക്ക് ചോദിക്കേണ്ടതുണ്ട്. കാരണം ഇപ്പോൾ കേരളത്തിൽ ഒരു ബസ് സ്റ്റോപ്പ് കെട്ടാൻ എടുക്കുന്നത് 15 ലക്ഷവും 10 ലക്ഷവും എടുക്കുമ്പോൾ 4 ലക്ഷം കൊണ്ട് നമ്മുടെ ജനത എങ്ങനെയാണ് വീട് കെട്ടുന്നതും എന്ന് ഒരു കക്കൂസ് കെട്ടാൻ പോലും തികയാത്ത കാശ് കൊണ്ട് എങ്ങനെയാണ്
ഈ മാനദണ്ഡങ്ങൾ നടപ്പിലാക്കുന്നത് എന്ന് എനിക്കും തിരിച്ചറിയുന്നില്ല. അതേപോലെ പല മാനദണ്ഡങ്ങൾ ഇനി ഇതല്ല ഇതിൻ്റെ അപ്പുറമുള്ള എന്ത് നിയമങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ആനുകൂല്യ വിതരണം ഇവരുടെ ഏതോ ഔദാര്യം പോലെയാണ് ഗവൺമെൻറ് ചെയ്യുന്നത്. ഇവർ നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ തരുന്നതോ അല്ലെങ്കിൽ ഇവർക്ക് എന്തെങ്കിലും നമ്മൾ ആനുകൂല്യങ്ങൾ നടപ്പിലാക്കുന്നതും ഇവരുടെ എല്ലാം ഔദാര്യങ്ങൾ നമുക്കെന്തോ വെച്ച് നീട്ടുന്ന ഒരു പിച്ചക്കാശ് ഈ നമ്മുടെ ഒരു MP ഇടയ്ക്ക് പറഞ്ഞായിരുന്നു, ഞാൻ എൻ്റെ പ്രജകളുടെ കഞ്ഞിപ്പാത്രത്തിലേക്ക് പിച്ചയിടുന്ന പോലെയാണ് ഇവിടെ. ആ ഒരു സംസ്കാരം തന്നെയാണ് ഈ ഗവൺമെൻറ്റും നിലവിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നതാണ് എനിക്ക് പറയാനുള്ളത്. ആ ഒരു പിച്ചക്കാശിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പിച്ച ആനുകൂല്യങ്ങൾക്ക് വേണ്ടി നമ്മളിവിടെ ആരും കഷ്ടപ്പെടേണ്ടതില്ല. പിന്നെ എനിക്ക് എടുത്തു പറയാനുള്ളത്, ക്രിമിനൽ പരിധിയിൽ മേലെയുള്ള നമ്മുടെ ജനത ഇനിയും താഴെയുള്ള ജനതയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. ഒരു 10% ആളുകൾ ഇത് ചെയ്യുന്നുണ്ടെങ്കിലും 10% വളരെ ഭൂരിപക്ഷം ജനതയും അവരുടെ കുടുംബം, അവരുടെ ജീവിതം ഈ ക്രിമിനൽ ലെയറിലൂടെയോ അല്ലെങ്കിൽ SC സംവരണത്തിലൂടെയോ ST സംവരണത്തിലൂടെയോ നടപ്പിലാക്കി രംഗത്ത് വന്ന ഒരുപാട് ആളുകൾ. ഞാൻ അങ്ങനെയല്ല കേട്ടോ. ഞാൻ ഒരിക്കലും ഗവൺമെൻറ് ജോലിയിലില്ല, എനിക്ക് ഗവൺമെൻറ് ജോലി കിട്ടുമായിരുന്നു. ഞാൻ ഇതുവരെ ഗവൺമെൻറ് ജോലിക്ക് ശ്രമിച്ചു. ഐ എം എ ബിസിനസ് മാൻ. ഞാൻ ബിസിനസ്സിലോടാണ് എനിക്ക് താല്പര്യം, ബിസിനസ്സിലാണ് ഞാൻ ജീവിക്കുന്നതും. എൻ്റെ തൊഴിൽ ബിസിനസ് മേഖലയിലാണ് ഞാൻ ജീവിക്കുന്നത്. അതുകൊണ്ട് വളരെ മാന്യമായി നന്നായി ജീവിക്കുന്നുണ്ട്. ഞാൻ 35 വയസ്സിലാണ് 34ാമത്തെ വയസ്സിലാണ് ബിസിനസ്സിലേക്ക് വന്നത്. 47 വയസ്സായി ഇപ്പോൾ എനിക്ക്. ഒരു 40-41 വയസ്സാകുമ്പോഴേക്കും ഞാൻ സാമ്പത്തികമായി സെറ്റിലായി. പക്ഷേ നമ്മുടെ ഒരു ജനത ഒരു ക്രിമിനൽ പരിധിയിലുള്ളോ ഏതൊരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനോ വന്നാൽ തന്നെ ആദ്യമായിട്ട് അവരൊരു വീട് വയ്ക്കും, അത് കഴിഞ്ഞൊരു കാറ് വാങ്ങിക്കും, അല്ലെങ്കിൽ 2-3 മക്കളുണ്ടാകും. അതിനെ ഒന്ന് പഠിപ്പിച്ച് കഴിയുമ്പോഴേക്കും അവരുടെ ജീവിതം അവസാനിച്ചു. ഇവിടെ അവർക്ക് എന്ത് കിട്ടി, അതിൻ്റെ അടുത്തുള്ള തലമുറ എന്ത് നേടി എന്നത് സുഭാഷ് സാർ പറഞ്ഞ പോലെ തന്നെ അതുകൊണ്ട് അതൊരു ക്രിമിനൽ പരിധിയുടെ മാനദണ്ഡമല്ല. പക്ഷേ ഞാൻ അദ്ദേഹം പറഞ്ഞ പോലെ ഞാനൊരു കൊല്ലംകോടിലെ ഒരു ഭൂസമരം ഒരു ജാതി സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ടുള്ളൊരു സമരം ഞങ്ങൾ നടത്തിയായിരുന്നു. അതിന് ഇനോഗ്രേഷൻ ചെയ്തത് ഞാനാണ്. വളരെയധികം വലിയൊരു സമരം നടന്നത്, അടിച്ചമർത്തപ്പെട്ടു. അവിടെ കൃത്താർട്സ് പറഞ്ഞായിരുന്നു ഒരു മാനദണ്ഡം, ഇവർ അമ്പും ബെല്ലും ഉപയോഗിക്കാൻ അറിയില്ല, ഇവർ ഇരവാളൻ എന്നാണ് ആ സമുദായത്തിൻ്റെ പേര്. കൃത്താർട്സ് കണ്ടെത്തിയൊരു തീരം അവരുടെ ഒരു റിപ്പോർട്ടാണ്. ഇവർക്ക് അമ്പും ബെല്ല് അടക്കി അവരുടെ ഈ പാരമ്പര്യമായിട്ടുള്ള സോങ് പാടാനറിയാം. ഇന്നത്തെ ഏത് ജാതി ആൾക്കാർ പുതിയ തലമുറയിലെ കുട്ടികൾക്കാണ് അവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ജീവിത രീതിയും അതാണോ ഒരു മാനദണ്ഡം? എനിക്ക് സാറെ പോലെ ഒരാളുടെ അടുത്ത് ചോദിക്കാൻ വേണ്ടി മനഃപൂർവ്വം ചോദിച്ചതാണ് ഞാൻ. പക്ഷെ എനിക്കിത് ഭയങ്കര സങ്കടം വന്നു. അതാണോ ഒരു ജാതിയുടെ നിർണ്ണയിക്കേണ്ട മാനദണ്ഡം? നിങ്ങളെല്ലാവരും പഠിച്ച ആളുകളാണ്, എന്നെക്കാളും ഒരുപാട് അറിവുള്ള ആളുകളാണ്. പക്ഷേ ഇതാണ് ഒരു മാനദണ്ഡമായി കണക്കൂടുക. അപ്പോൾ ഈ നമ്മുടെ നാട്ടിലെ മാനദണ്ഡങ്ങളാണ് ഇനിയും മാറ്റേണ്ടത്. അല്ലാണ്ട് ക്രിമിനൽ നടപ്പിലാക്കാതിരിക്കുകയോ നടപ്പിലാക്കണോ അതൊക്കെ അടുത്ത കാര്യം. പക്ഷേ ഈ എന്തിനും ഈ മാനദണ്ഡങ്ങൾ വെക്കുന്നത് വിചിന്തനം ചെയ്യണം, അല്ലെങ്കിൽ പുനർവിചാരണം ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം. നന്ദി, നമസ്കാരം. JP. നമ്മുടെ എന്തായാലും സാർ സൂചിപ്പിച്ച പോലെ നമ്മുടെ പട്ടികജാതി വിഭാഗങ്ങളിലെ ക്രിമിനൽ ആയിട്ടുള്ള ഉദ്യോഗസ്ഥ മേഖല ആളുകളുടെ ഒരു പശ്ചാത്തലം അദ്ദേഹം സൂചിപ്പിച്ചു. വീടും കാറൊക്കെ കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ഒന്നും കൂടി കൂട്ടിച്ചേർക്കാൻ സാറ് ഏറ്റവും വലിയ കുറിക്കായി സിബിൽ പോയി ചേരും. ശമ്പളം മുഴുവൻ അടച്ചിട്ട് അവസാനം ഈ പറഞ്ഞ 12 ദിവസം കഴിഞ്ഞാൽ തുടങ്ങും അവർ നമ്മുടെ പരാധീനത പറഞ്ഞു നടക്കും. അതും കൂടി ഉണ്ട്, അതും കൂട്ടിച്ചേർക്കണം എന്ന് പറയുന്നത്. എന്തായാലും വളരെ രസകരമായിട്ട് നമ്മൾ ചർച്ചകൾ പോട്ടെ. അടുത്തായിട്ട് നമുക്ക് ഊണ് കഴിക്കേണ്ടതുണ്ട്. 1:30 നമുക്ക് ഊണ് കഴിക്കാൻ പിരിയാന്നാണ് ആലോചിക്കുന്നത്. 2 പേരും കൂടെ അതിനുള്ളിൽ സംസാരിക്കണം. ആ 2 പേരുടെ സംസാരത്തിന് ശേഷം നമുക്ക് ഊണ് കഴിക്കാൻ പോകും. എന്തായാലും അടുത്തായി നമ്മളോട് സംസാരിക്കുന്ന ഞാൻ ക്ഷണിക്കപ്പെട്ട മറ്റൊരു അഡ്വക്കേറ്റ് അഭിഭാഷകൻ സുനിൽ C. കുട്ടപ്പനായിരുന്നു. അദ്ദേഹം എന്നോട് ഫോട്ടോ ഒന്നും വെക്കേണ്ട സാറേ, ഞാൻ പങ്കെടുക്കും, കേൾക്കാനും പഠിക്കാനുമാണ്. ചില ആളുകളൊക്കെ പങ്കെടുക്കാൻ താല്പര്യം പ്രകടിപ്പിക്കാത്തപ്പോഴും സുനിൽ സാർ എന്ത് വിളിച്ചാലും എങ്ങനെ വിളിച്ചാലും നമ്മളോടൊപ്പം സഹകരിക്കാറുണ്ട്, എന്താ അഭിപ്രായം തുറന്നു പറയാറുണ്ട്. അഡ്വക്കേറ്റ് സുനിൽ കുട്ടപ്പൻ സാറിന് പ്രത്യേകിച്ച് കേരളത്തിൻ്റെ ഒരു സാമൂഹ്യ രാഷ്ട്രീയത്തിൽ, പട്ടികജാതി രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാൻ അദ്ദേഹത്തെ സ്നേഹപൂർവ്വം സംസാരിക്കാൻ ക്ഷണിക്കും. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ഇവിടെ നമുക്കറിയാം 8 പതിറ്റാണ്ട് കാലമായി, അല്ലെങ്കിൽ 8 പതിറ്റാണ്ട് കാലത്തിലധികമായി നമ്മൾ ഇന്ത്യയുടെ രാഷ്ട്രീയത്തിൽ സംവരണം എന്ന വിഷയം ചർച്ച ചെയ്യപ്പെടുകയാണ്.
പതിറ്റാണ്ട്, കാരണം 30 കാലഘട്ടം മുതൽ അല്ലെ അതൊക്കെ മുന്നേ ഇന്നും നമ്മൾ ഈ ഒരു വിഷയത്തിൽ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുക. ഈ ചർച്ചകൾ ഇങ്ങനെ വരുമ്പോൾ നമുക്കറിയാം, ചരിത്രപരമായി ഈ സംവരണത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ചൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല. എല്ലാവരും തന്നെ സംവരണത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ചും അതിൻ്റെ ഇവല്യൂഷൻ പരിണാമങ്ങളെക്കുറിച്ചുമൊക്കെ വളരെ ബോധവന്മാരായിട്ടുള്ള നേതാക്കന്മാരാണ്. പക്ഷെ നമ്മൾ ഈ 2024 എത്തി നിൽക്കുമ്പോൾ നമ്മൾ ചരിത്രത്തെ തന്നെ, സംവരണത്തിൻ്റെ ചരിത്രത്തെ തന്നെ പാടെ മാറ്റിമറിക്കുന്ന ഒരു സുപ്രധാനമായ ഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതിൻ്റെ നാൾവഴികളെക്കുറിച്ചൊക്കെ വളരെ കൃത്യമായും രസകരമായും നമ്മുടെ വിഷയം രണ്ടാമത് അവതരിപ്പിച്ച അഡ്വക്കേറ്റ് സജി കെ ചെയർമാൻ അവറുകൾ പ്രതിപാദിച്ചു. അതിലൊരു പക്ഷത്ത് നമ്മുടെ ഈ സംവാദമാണല്ലോ, ഒരു പക്ഷത്ത് ഈ വിഷയത്തെ അവതരിപ്പിച്ചുകൊണ്ട് സംസാരിച്ച ബഹുമാന്യനായ സുഭാഷ് സാർ അവറുകൾ ആ ക്രമീലിയറിൻ്റെ ആ വിഷയത്തെ സംബന്ധിച്ച് വളരെ വ്യക്തമായ ഒരു ധാരണ നമുക്ക് നൽകി. മറുപക്ഷത്ത് തീരുമാനം ഭീമിഷന്റെ ഭാഗമായി വന്നില്ലെങ്കിൽ കൂടി അത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തുന്നതിനുള്ള ചർച്ചകളും സംവാദങ്ങളുമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നതോടൊപ്പം, ക്രീമി ലെയർ വന്നാൽ എന്താണ് അതിൻ്റെ ഒരു പ്രത്യാഘാതം, അല്ലെങ്കിൽ അത് നല്ലതല്ലേ എന്നൊരു ചോദ്യം ഉയർത്തിക്കൊണ്ടാണ് അദ്ദേഹവും ഇവിടെ സംവദിച്ചത്. എൻ്റെ ഒരു പക്ഷം ഞാൻ സുഭാഷ് സാറിനോട് ചേർന്ന് നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത്. കാരണം സംവരണത്തിൻ്റെ ചരിത്രത്തെ നമുക്കറിയാം, അഫർമേറ്റീവ് ആക്ഷൻ ആർട്ടിക്കിൾ 14 ഇക്വാലിറ്റിയുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നത് ഭരണഘടനയിൽ. അതുമായി നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അഫർമേറ്റീവ് ആക്ഷനാണ് ഈ റിസർവേഷൻ പോളിസിക്ക്, അല്ലെങ്കിൽ റിസർവേഷൻ പോളിസി ആ പോളിസി അഡോപ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ടൂളായിട്ട് ഉപയോഗിക്കുന്നത് അഫർമേറ്റീവ് ആക്ഷനാണ്. എന്താണ് അഫർമേറ്റീവ് ആക്ഷൻ എന്നും എല്ലാവർക്കും അറിയാം. നമുക്കറിയാം, ഇക്വാലിറ്റി അല്ലെങ്കിൽ ഒരു പൊതുജനത എന്ന നിലയിലേക്ക് ഉയരണമെങ്കിൽ അത് മെറിറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. റിസർവേഷൻ നൽകിക്കൊണ്ട് മെറിറ്റിലേക്ക് എത്തിക്കുക, അല്ലെങ്കിൽ ഒരു പൊതുജനതയെ സൃഷ്ടിക്കുക എന്ന മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ ആണ് റിസർവേഷനെ നമ്മൾ കാണുന്നത്. ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് മാത്രമല്ല, വിദേശ രാജ്യങ്ങളിലായും ഈ അഫർമേറ്റീവ് ആക്ഷൻ്റെ, അല്ലെങ്കിൽ സാമ്പത്തികമായി അവിടെയൊക്കെ ഇപ്പോൾ അമേരിക്ക, കാനഡ, അത് യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ തന്നെ അഫർമേറ്റീവ് ആക്ഷൻ്റെ സാമ്പത്തികമായി അവിടെ പിന്നോക്കം നിൽക്കുന്ന ആളുകളെ സാമൂഹ്യപരമായി ഉയർത്തിക്കൊണ്ടുവരുന്നതിനുള്ള ക്ഷേമ പദ്ധതികളും അതുപോലെയുള്ള മറ്റ് ആനുകൂല്യങ്ങളുമൊക്കെ നൽകിക്കൊണ്ട് സമൂഹത്തിന് മുഖ്യധാരയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള നിയമങ്ങൾ നടപ്പാക്കുന്നുണ്ട്. പക്ഷെ ഇത്തരം നിയമങ്ങൾ അത് ഇന്ത്യയിൽ നടപ്പാക്കുമ്പോൾ ആ നിയമങ്ങൾ ഇന്ത്യയിൽ നടപ്പാക്കേണ്ടത് എങ്ങനെയാണ് എന്നുള്ള വലിയൊരു ചർച്ച നമ്മൾ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ബാബാസാഹേബ് അംബേദ്കർ അതിനകത്ത് കൃത്യമായിട്ട് ഒരു നിലപാട് എടുക്കുന്നുണ്ട്. ആ നിലപാട് എന്താണ് എന്ന് ചോദിച്ചാൽ നമ്മളിവിടെ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. അത് അവതാരകൻ കൃത്യമായി സൂചിപ്പിച്ചു. നമ്മളിപ്പോൾ സംവരണത്തെക്കുറിച്ച് കഴിഞ്ഞ 8 പതിറ്റാണ്ടിലധികമായി ചർച്ച ചെയ്ത് അതിൻ്റെ ഏറ്റവും താഴെ തട്ടിലേക്ക് എത്തി നമുക്കുള്ളിലെ സംവരണത്തിൻ്റെ വിഹിതത്തെ എങ്ങനെ പങ്കിടാം എന്നതിനെക്കുറിച്ചാണ് ചർച്ച. ഇത് വളരെ പരിതാപകരമാണ്. നേരെ മറിച്ച് അദ്ദേഹം സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്. സംവരണത്തിന് പുറത്ത് മെറിറ്റ് അട്ടിമറിക്കപ്പെടുന്ന, നമുക്കറിയാം, ഉദാഹരണത്തിന് നമുക്കറിയാം, ഞാൻ നേരിട്ട് ആ വിഷയത്തിലേക്ക് കിടക്കുകയാണ്. PSCയുടെ നിയമനങ്ങൾ ആർട്ടിക്കിൾ 16(4)
ആ മെറിറ്റ് അട്ടിമറിക്കേണ്ട നേർക്കാഴ്ച, അതായത് മെറിറ്റിൽ വരുന്ന ഉദ്യോഗാർത്ഥിക്ക് പോലും സംവരണത്തിൽ അവൻ മാറ്റപ്പെടുന്ന ഒരവസ്ഥ കേരളത്തിലെ PSCയുടെ നിയമനത്തിലുണ്ട്. അത് പരിശോധിക്കപ്പെടുന്നുണ്ടോ? അത് പരിശോധിക്കപ്പെടുന്നില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ ഏത് വിഷയത്തെക്കുറിച്ചാണോ ഇപ്പോൾ ഓഗസ്റ്റ് 1 2024 ഓഗസ്റ്റ് 1 സുപ്രീം കോടതി വിധിയാണ് ഇപ്പോൾ നിലവിലുണ്ടായിരിക്കുന്ന ഈ കേസിൽ ഇത്തരമൊരു പൊതു താല്പര്യ ഹർജി സുപ്രീം കോടതി മുമ്പിൽ എത്താൻ കാരണം. അവർ പറയുന്നത് ഇത് പ്രയോറിറ്റി അടിസ്ഥാനത്തിൽ നടപ്പാക്കിയാൽ മതി എന്നാണ് പറയുന്നത്. ഈ പൊതു താല്പര്യ ഹർജി പ്രയോറിറ്റിയുടെ അടിസ്ഥാനത്തിൽ നടപ്പാക്കിയാൽ മതി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ, സംവരണത്തിൻ്റെ ഉള്ളിൽ ചർച്ചകൾ നടത്തുകയും സംവരണത്തിൻ്റെ ഉള്ളിലെ ചർച്ചകളിൽ മാത്രം തളച്ചിടുകയും അതിനകത്ത് ഡിവൈ ചന്ദ്രചൂഡ് നമ്മൾ നേരത്തെ തന്നെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു വിഷയമാണ്. അദ്ദേഹം അതിനെ സബ് ക്ലാസിഫൈ ചെയ്യാൻ ഉപയോഗിച്ച ഒരു ടെർമിനോളജി ഉണ്ട്. ആ ടെർമിനോളജി എന്ന് പറയുന്നത് ഡീമിംഗ് ഫിക്ഷൻ എന്നാ പറയുന്നത്. എന്താണ് ഡീമിംഗ് ഫിക്ഷൻ എന്ന് പറയുന്നത്? ഡീമിംഗ് കണക്കാക്കപ്പെടുന്നത്, ഡീംഡ് യൂണിവേഴ്സിറ്റി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. കണക്കാക്കപ്പെടുന്നു. അപ്പൊ ഡീമിംഗ് ഫിക്ഷൻ, അപ്പൊ അതിനുള്ളിൽ കണക്കാക്കപ്പെടും. അതിനുള്ളിൽ, കാരണം ഫിക്ഷൻ എന്ന് പറയുക അതിനകത്ത് മൈക്രോ, ഏറ്റവും ചെറുതായി പോലും അത് കണക്കാക്കപ്പെടുന്ന, അത് അങ്ങനെ കണക്കാക്കപ്പെടുന്ന അവസ്ഥയാണ് ഡീമിംഗ് ഫിക്ഷൻ എന്ന് പറയുന്നത്. അതൊരു ടൂളാണ്. അംബേദ്കർ അഫർമേറ്റീവ് ആക്ഷനും അല്ലെങ്കിൽ സംവരണത്തിന്റെ മാനദണ്ഡവും അയിത്തവും സാമൂഹികപരവും സാംസ്കാരികപരവുമായ വിദ്യാഭ്യാസപരവുമായ പിന്നോക്കാവസ്ഥയാണെങ്കിൽ ആ ടൂളിനെ സാമ്പത്തികപരമായ അവസ്ഥയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി ഉപയോഗിച്ച ടൂളാണ് ഡീമിംഗ് ഫിക്ഷൻ എന്ന് പറയുന്നത്. ഈ ഡീമിംഗ് ഫിക്ഷനെ നമ്മൾ കാണുന്നത് അമേരിക്കയിലും കാനഡയിലും നെതർലൻഡിലും അടക്കമുള്ള വിദേശ രാജ്യങ്ങളിലെ സാമ്പത്തികപരമായി പിന്നോക്കം നിൽക്കുന്ന അവിടുത്തെ ജാതിരഹിത സമൂഹത്തിലെ സാമ്പത്തികമായി മുന്നോക്കം കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ഗവൺമെന്റ് നടപ്പാക്കുന്ന ക്ഷേമ പദ്ധതികൾക്ക് വേണ്ടി പ്രയോഗിച്ച ഒരു ടൂളാണ്. ആ ടൂൾ എങ്ങനെയാണ് ഇന്ത്യൻ സമൂഹത്തിൽ പ്രാവർത്തികമാക്കാൻ കഴിയുക? നമ്മൾ ആലോചിക്കണ്ടേ? സംവരണത്തിന് കടയ്ക്കൽ കത്തി വെക്കുമ്പോൾ ഇന്ന് നമ്മൾ പറയുകയാണ് ക്രീമി ലെയർ വേണം എന്ന് പറഞ്ഞാൽ ആ ക്രീമി ലെയർ എന്ന് പറയപ്പെടുന്ന ആരാണ്? ഇനി നമ്മൾ വാദത്തിന് വേണ്ടി അംഗീകരിക്കുകയാണെങ്കിൽ തന്നെ, വാദത്തിന് വേണ്ടി നമ്മളിവിടെ അംഗീകരിക്കുകയാണ്. ആ വാദത്തിന് വേണ്ടി അംഗീകരിച്ചാൽ സംവരണത്തിന്റെ പൊതു മാനദണ്ഡങ്ങൾക്കപ്പുറത്തേക്ക് സംവരണത്തെ സാമ്പത്തിക മാനദണ്ഡത്തിന്റെ പൊതു മാനദണ്ഡമായി അംഗീകരിക്കേണ്ട ഭാഗമായി മാറില്ലേ? നമ്മൾ പരിശോധിക്കപ്പെടേണ്ട ഒരു വിഷയമാണ്. നമ്മൾ വളരെ ശരിയായ രീതിയിൽ പരിശോധിക്കേണ്ട ഒരു വിഷയമാണ്. അപ്പോൾ സാമ്പത്തിക മാനദണ്ഡത്തിലേക്ക് സംവരണം കൊണ്ടുവരിക എന്നുള്ള ഒരു വലിയ അജണ്ട, ആ സംവരണത്തിൻ്റെ ചർച്ചകൾ, ആ ചർച്ചകൾ നമ്മളിലേക്ക് തന്നെ ഒതുങ്ങിക്കൂടേണ്ട, അല്ലെ നമ്മളിലേക്ക് തന്നെ ഇട്ടുകൊണ്ട് നമ്മളെ ഛിന്ന ഭിന്നമാക്കി കളയുന്ന, നമ്മളെ ചർച്ചകൾ ഇതിലേക്ക് മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് ഉള്ള അജണ്ട ആരാണ് നിശ്ചയിക്കുന്നത്? ആ അജണ്ടകൾക്കൊപ്പം നമ്മൾ ചർച്ച ചെയ്യുന്ന സാമൂഹ്യ സാഹചര്യം രാഷ്ട്രീയ സാഹചര്യമായി എന്നുള്ളത് ഇതല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്? നമുക്ക് കുറച്ചു മുമ്പ് അവതാരകൻ ഇവിടെ പറഞ്ഞ എയ്ഡഡ് കോളേജുകളിൽ അല്ലെങ്കിൽ എയ്ഡഡ് ഇൻസ്റ്റിറ്റ്യൂഷനുകളിലെ റിസർവേഷന്റെ വിഷയം, ഇവിടെ കൃത്യമായ നിയമം ഇല്ല എന്ന് നമ്മളുടെ സജി സാറ് പറഞ്ഞു. ശരിയാണ്. സെക്ഷൻ 11 എഡ്യൂക്കേഷൻ റൂളിലെ സെക്ഷൻ 11 എടുത്തു കളഞ്ഞ സുപ്രീം കോടതി, അല്ല അത് വെച്ച് ഗവൺമെന്റ് അത് മാറ്റിയതാണ്. നമുക്കറിയാം, അതിന്റെ ചരിത്രമൊക്കെ എല്ലാവർക്കും അറിയാം, ഞാൻ അത് പറയുന്നില്ല. പക്ഷെ അതിനുശേഷം ഞാൻ അതിനൊരു മറുപടിയും കൂടി പറയണമെന്നുള്ളത് ഉദ്ദേശിച്ചുകൊണ്ടാണ്. അതിനുശേഷം നമുക്കൊരു മനസ്സിലാക്കണം. കാരണം ഈ സംവരണ വിഷയം എന്ന് പറയുന്ന ഒരു വിഷയം ലെജിസ്ലേച്ചർ കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണെന്ന് ഞാൻ കരുതുന്നത്. ലെജിസ്ലേച്ചർ കൈകാര്യം ചെയ്താൽ അത് പൊളിറ്റിക്സായി മാറും. അപ്പൊ ആ പൊളിറ്റിക്സായി മാറുന്ന ഒരു അവസ്ഥ കേരളത്തിലെ എന്നല്ല ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ പാർട്ടികളും അതിന് തയ്യാറാവില്ല.
കാരണം ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഴുവൻ ദേശീയ പാർട്ടികളുടെയും നേതാക്കന്മാരെ ഞാൻ കാണുകയുണ്ടായി. ഞാൻ പ്രതിദാനം ചെയ്യുന്ന APPS ആനുപാതിക പ്രാതിനിധ്യ പ്രക്ഷോഭ സമിതിയുടെ ഒരു സംസ്ഥാന സെക്രട്ടറിമാരിൽ ഒരാളാണ് ഞാൻ. അപ്പോൾ അത് അവിടെ നിന്ന് കാണുമ്പോൾ കിട്ടുന്ന ഒരു അറിവാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ദേശീയ നേതാക്കന്മാരെ കാണുകയുണ്ടായി. ഈ ഒരു വിഷയത്തിൽ അവർ ഇടപെടാൻ തയ്യാറല്ല. പൊളിറ്റിക്കൽ പാർട്ടികൾ ഇടപെടാൻ തയ്യാറല്ല. പ്രാദേശികമായ സമ്മർദ്ദങ്ങൾ മൂലം തീരുമാനമെടുത്ത പല നിലപാടുകളുള്ള രാഷ്ട്രീയ പാർട്ടികളും ഇടപെടാൻ തയ്യാറല്ല. എന്താ കാരണം? ഇതിന് ജുഡീഷ്യൽ ആക്ടിവിസത്തിന് വിട്ടുകൊടുത്തിരിക്കുക. ലെജിസ്ലേച്ചർ കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയം ജുഡീഷ്യൽ ആക്ടിവിസത്തിന് വിട്ടുകൊടുത്താൽ അത് ആരുടെ തലയിലിരിക്കും? വളരെ ബുദ്ധിപൂർവമുള്ള കളിയാണ് ഇവിടെ നടക്കുന്നത്. അത് ഇവിടുത്തെ ജുഡീഷ്യറിയുടെ തലയിൽ കെട്ടിവെച്ചുകൊണ്ട് ഇവിടുത്തെ ജനതയെ നിശബ്ദമാക്കാമെന്ന ഒരു പൊതുധാരണ ആളുകളെ ഛിന്നഭിന്നമാക്കിക്കൊണ്ടും സമുദായത്തെ ഛിന്നഭിന്നമാക്കിക്കൊണ്ടും ഈ ജനവിഭാഗത്തിൻ്റെ ഏകീകരണത്തെയും ദേശീയ ജനത എന്നുള്ള അവരുടെ നിലപാടുകളെയും അവരുടെ ഉയർത്തെഴുന്നേൽപ്പുകളെയും ഒക്കെ ശിഥിലമാക്കാമെന്നുള്ള വലിയൊരു അജണ്ടയുണ്ട്. ആ അജണ്ടയാണ് സുപ്രീം കോടതിയെ പോലെയുള്ള കോടതികൾ ഇത്തരമൊരു വിധി പ്രസ്താവിക്കുന്നതിലൂടെയൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്. സുപ്രീം കോടതിയിൽ ഈ അടുത്ത കാലത്തല്ലേ റിസർവേഷൻ പോളിസി നടപ്പാക്കാനായിട്ടുള്ള തീരുമാനമെടുത്തത്? ആരാണ്? ജസ്റ്റിസ് RS ഗവായി വന്നപ്പോൾ. നമ്മൾ പരിശോധിക്കണം. ആ ജുഡീഷ്യറിയാണ് പറയുന്നത് ഇവിടെ മുൻ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന DY ചന്ദ്രചൂഡും CJ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു, അദ്ദേഹം നടപ്പാക്കിയില്ലല്ലോ. ജുഡീഷ്യൽ സർവീസിൽ റിസർവേഷൻ പോളിസി ഉണ്ടോ? നമ്മൾ പരിശോധിക്കണ്ടേ? അങ്ങനെ ഇരിക്കുന്ന ആളുകളുടെ അടുത്ത് നിന്നുണ്ടാകുന്ന വിധി ഈ സമൂഹത്തിന് ഗുണകരമാണ് എന്ന് ചർച്ച ചെയ്യുന്നിടത്ത് നമ്മൾ പരാജയപ്പെടും. നമുക്ക് കണ്ണുമടച്ചു പറയാൻ പറ്റും ബാബാ സാഹേബ് അംബേദ്കറുടെ വാക്കുകൾ. അദ്ദേഹം പറഞ്ഞ പോളിസിയിൽ നിന്നും വ്യതിചലിച്ചാണ് അതിനെ എങ്ങനെ തകർക്കാമെന്നുള്ള സൂക്ഷ്മമായ അതിസൂക്ഷ്മമായ ഗൂഢാലോചനയുടെ ഭാഗമാണ്. കാരണം ഓഗസ്റ്റ് 1 ഈ സുപ്രീം കോടതി വിധിക്ക് ശേഷം വരുന്ന രണ്ടാമത്തെ കേസ് ഉള്ളിൽ ക്രീമി ലെയർ നടപ്പാക്കണം. ആരാ ക്രീമി ലെയർ? ഇതിനകത്തൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോഴും മാനദണ്ഡങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല എന്ന് പറയുന്നു. ഈ മാനദണ്ഡങ്ങൾ നമുക്ക് ഗുണകരമാകുമോ എന്ന ആശങ്ക നമുക്ക് ഉണ്ടാവാം, ഉണ്ടാവാത്തവരും ഉണ്ടാവാം. കാരണം എന്താ? ഈ ആശങ്ക എന്ന് പറയുന്നത് 2024 സുപ്രീം കോടതി വിധിയെടുത്ത് പരിശോധിച്ചാൽ മതി. എന്താണ് പറഞ്ഞത്? അതൊരു പ്രത്യേക കേസാണ്. ആർട്ടിക്കിൾ 16(4) അല്ലെങ്കിൽ ആ വകുപ്പിൽ സബ് ക്ലാസിഫിക്കേഷൻ വേണമോ വേണ്ടയോ? ഒരു കാര്യം കൂടി ഞാൻ പറയാം. സബ് ക്ലാസിഫിക്കേഷൻ എന്ന ഓമന പേരിട്ട് വിളിക്കുന്നുണ്ടല്ലോ. എന്താ ഈ സബ് ക്ലാസിഫിക്കേഷൻ? ഉപസംവരണം എന്നാണോ ക്ലാസിഫിക്കേഷന്റെ അർത്ഥം? ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ തരംതിരിക്കുക എന്നാ അർത്ഥം. മലയാളത്തിൽ പറയാൻ തരംതിരിക്കുക. നമ്മൾ ഇവിടെ വരുമ്പോൾ ഉപസംവരണം എന്താ സബ് റിസർവേഷൻ എന്ന് പറയുന്നുണ്ടോ? ഇല്ലല്ലോ. ടെർമിനോളജി ശ്രദ്ധിക്കുക. സബ് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഈ പട്ടികജാതി ജനവിഭാഗങ്ങളെ, പട്ടികവർഗ ജനവിഭാഗങ്ങളെ സബ് ക്ലാസിഫൈ ചെയ്തു, വേറെ സബ് പട്ടിക ഉണ്ടാക്കി എന്നർത്ഥം. ABC അല്ലാതെ സബ് ഉപസംവരണം എന്നല്ല. ടെർമിനോളജി തെറ്റാ. നിങ്ങൾ വരയാടെന്ന് കേട്ടിട്ടുണ്ടാവും ഇല്ലേ? എന്താ വരയാടെന്ന് പറഞ്ഞ? വരയാടെന്ന് പറഞ്ഞാൽ മേല് നിറച്ച് അല്ലെങ്കിൽ ദേഹം നിറച്ച് വരയുള്ള ആടുകൾ എന്നാണോ അർത്ഥം? ഇന്നറിയില്ല. വരയാട് എന്ന് പറഞ്ഞാൽ മലയാട് എന്ന അർത്ഥം. നമ്മളത് മനസ്സിലാക്കണം. മല എന്നതിൻ്റെ വേറൊരു പേരാ വര. താഴ്വര, മലയുടെ അടിവാരം.
ഇത് മനസ്സിലാവോ? എന്ന് പറഞ്ഞതുപോലെ നമ്മളെ പറ്റിക്കുന്നതിന് വേണ്ടിയുള്ള വളരെ ഗൂഢമായ ടെർമിനോളജികൾ ഉപയോഗിച്ചുകൊണ്ട് ഇതാ ചർച്ച ചെയ്യേണ്ടത്. സബ് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഉപസംവരണമല്ല, വേറൊരു പട്ടിക, സബ് പട്ടികയുണ്ട്. അതിനൊരു ചർച്ചയെ വന്നിട്ടില്ല ഇവിടെ. ഡീമിംഗ് ഫിഷൻ എന്ന് പറയുന്നത് ഒരു ടൂൾ അഫർമേറ്റീവ് ആക്ഷൻ നേരെ ഘടകവിരുദ്ധമാണ്. ചർച്ച വന്നിട്ടില്ല. അപ്പോൾ രണ്ടാമത് പോയി ക്രീമി ലെയറിലേക്ക് പോവുകയാണ്, അതിലും ചർച്ചയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ സുപ്രീം കോടതി കേസ് ഓഗസ്റ്റ് 1 സുപ്രീം കോടതിയുടെ വിധി അടക്കം APPS ഭാഗത്ത് നിന്ന് അതിനെ എതിർക്കുകയാണ്, അതിനെതിരാണ്, യാതൊരു സംശയവുമില്ല. ഈ ജനവിഭാഗങ്ങളുടെ രാഷ്ട്രീയപരമായ ഏകീകരണത്തെ, സാമൂഹ്യപരമായ ഏകീകരണത്തെ, അവനെ സംവരണമെന്ന ആ മാനദണ്ഡത്തിലേക്ക് മാത്രം ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നതിനെ ഈ ആധുനിക ഇന്ത്യയിൽ അതിനുള്ള അവസ്ഥ ഉണ്ടാക്കുന്ന ജുഡീഷ്യറിയുടെ അതിര് കവിഞ്ഞ ആ ഇടപെടലിനെ, അത് നമ്മുടെ ആളുകൾ, ഇതിനെ ചിന്തിക്കുന്ന ആളുകൾ മനസ്സിലാക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് സുഭാഷ് സാറ് പറഞ്ഞതുപോലെ ഞാൻ പറയില്ല, ഈ മാനദണ്ഡം ഉണ്ടാക്കുന്നത് എങ്ങനെയാ, അതുകൂടി ഒന്ന് പറഞ്ഞിട്ട് പോവാം. മാനദണ്ഡം അത് വ്യക്തമാവണം. ഓഗസ്റ്റ് 1 സുപ്രീം കോടതി വിധിയുടെ മാനദണ്ഡം അതിനുള്ളിൽ ആണ് നിർണയിക്കപ്പെട്ടത് എങ്കിൽ ഈ 2025 ജൂലൈ മാസം 7-ാം തീയതി കൊടുത്ത പൊതു താൽപര്യ ഹർജിയും അതിനപ്പുറത്തേക്ക് പോകില്ല. കാരണം എന്താ? അത് മാത്രമാണ് ജുഡീഷ്യറിയുടെ മുന്നിലുള്ള വിഷയം. രണ്ടാമത്തെ അവതാരം സൂചിപ്പിച്ചു, ജുഡീഷ്യറിയുടെ മുന്നിലുള്ള വിഷയത്തിൽ മാത്രം അവർക്ക് അഭിപ്രായം പറഞ്ഞാൽ മതി. അപ്പോൾ നമ്മൾ എന്ത് കാണണം? നമ്മളുടെ സാമ്പത്തിക, ഇപ്പോൾ നമുക്കറിയാം, നമ്മളുടെ അവാന്തര വിഭാഗങ്ങൾക്ക് ഒത്തിരിയധികം പോരായ്മകളും പിന്നോക്കാവസ്ഥകളും ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ്, യാതൊരു സംശയവുമില്ല. ഒരു വെൽഫെയർ സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്തം എന്താണ്? ബഹുമാന്യനായ കിട്ടാഴ്സിന്റെ അഡീഷണൽ ഡെപ്യൂട്ടി ഡയറക്ടർ ഇവിടെ ഇരിക്കുന്നുണ്ട്, അദ്ദേഹത്തിന് അറിയാം. ഒരു വെൽഫെയർ സ്റ്റേറ്റ് അവാന്തര വിഭാഗങ്ങളുണ്ടെങ്കിൽ അവാന്തര വിഭാഗത്തെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി ക്ഷേമപ്രവർത്തനങ്ങളിൽ കൈത്താങ്ങുകളായി മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്ന പദ്ധതികളും പരിപാടികളും ആസൂത്രണം ചെയ്ത് നടപ്പാക്കുന്നതിന് എന്താണ് തടസ്സം? ഇതല്ലേ വിദേശ രാജ്യങ്ങളിൽ നടപ്പാക്കിയിരിക്കുന്നത്? എന്തിനാണ് സംവരണത്തിന്റെ മുകളിൽ കൈവയ്ക്കുന്നത്? സംവരണത്തിൽ മാത്രമേ ഇതിനുള്ള വ്യവസ്ഥ ഉള്ളോ? അപ്പോൾ അങ്ങനെ യാതൊന്നും ചർച്ച ചെയ്യപ്പെടുന്നില്ല, അജണ്ടകൾ മാത്രമാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് സാമൂഹ്യപരമായ അവാന്തര വിഭാഗങ്ങളിലെ പിന്നോക്കാവസ്ഥ പരിഹരിക്കേണ്ടത്, സാമൂഹ്യപരമായ മറ്റ് എന്തെങ്കിലും പ്രതിസന്ധികളുണ്ടെങ്കിൽ അത് പരിഹരിക്കേണ്ടത് ഒരു വെൽഫെയർ സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്തമാണ്. വെൽഫെയർ സ്റ്റേറ്റിനെ അങ്ങനെ ചെയ്യുന്നതിന് വേണ്ടി തടയുന്നതിന് ആർക്കും കഴിയില്ല. അപ്പോ അങ്ങനെ ചെയ്യാതിരിക്കുകയും സംവരണത്തിൽ മാത്രം ചർച്ചകൾ ഒതുക്കുകയും ചെയ്യുന്ന അജണ്ട നിർണയിക്കുന്നത് ആര് എന്ന്, ആ അജണ്ടയ്ക്കൊപ്പം നമ്മൾ ഇത് നല്ലതല്ലേ എന്ന് തോന്നുന്ന വരയാടുകളുടെ വര മലയാടല്ല എന്ന് തിരിച്ചറിയുന്നത് പോലെ തിരിച്ചറിയാതിരിക്കുന്നതും ഈ സമൂഹത്തിന് ദോഷകരമായി ഭവിക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.